ഇവിടെ ഈ ഒരു ഹോട്ടലും സൂപ്പർ റൂംസ് ആണെങ്കിൽ നല്ല റൂംസ് ആണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം വലിയ റൂംസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് ഓക്കെയാണ് ഇത് റൂം. ഇതായിരുന്നു ഞങ്ങൾ താമസിച്ച റൂം. ഇതിനകത്ത് ചെറിയൊരു മിനി ഫ്രിഡ്ജുണ്ട്, ഓവനുണ്ട്, കെറ്റില്, കുടിക്കാൻ ഗ്ലാസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ ഒരു അയൺ ബോക്സ്, തേക്കാനുള്ള സാധനങ്ങളിൽ ഒരു ഹീറ്റർ, TV. പിന്നെ നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോഴും. ഇവിടുന്ന് നമുക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു. രാത്രിയിലെ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇതൊരു കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലാത്ത റൂം തന്നെയായിരുന്നു. 1 ഡേ സ്റ്റേ ഞങ്ങൾ ഇന്നോട് വെക്കേറ്റ് ചെയ്യും റൂം. വാഷ്റൂം ആണെങ്കിലും കുഴപ്പമില്ലാത്തൊരു വാഷ്റൂം ഒക്കെ ആയിരുന്നു. ഞങ്ങളുടെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പൂൾ ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ നിൽക്കുമ്പം തന്നെ നമുക്ക് ഇവിടുത്തെ അതിൻ്റെ പേരെന്തായിരുന്നു, KL ടവർ, പെട്രോണസ് ടവറും എല്ലാം കാണാം. ഇപ്പോൾ ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് 8 o'clock ആണ്. നല്ലൊരു വൈബാണ് കേട്ടോ. ഇവിടെ പൂൾ ഏരിയ ആണിത്. ഇവിടെ തന്നെ ജിമ്മിൻ്റെ സെറ്റപ്പിൽ ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജിമ്മിൽ പോകേണ്ടവർക്കൊക്കെ ജിമ്മിൽ പോകാം. ഫുള്ളൊരു വ്യൂ തന്നെ കാണാൻ നമുക്ക് ഇവരുടെ മുകളിൽ വന്നത്. ഇത് 37th ഫ്ലോറാണിത്. But why? 25th ഫ്ലോറിലാണ്. അവിടെയും പോക്കറ്റ് ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 31st ഫ്ലോറിലാണ് വന്നേക്കുന്നത്. ഇവിടെ ഒരു പോക്കറ്റ് ഗാർഡൻ എന്ന് പറയുന്നതുണ്ട്. അവിടെ അവരിതുപോലെ ഒരു ഗാർഡൻ രീതി ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നിന്നാൽ ഭയങ്കര വ്യൂ ആണ്. നമ്മുടെ മെയിൻ അട്രാക്ഷനായ പെട്രോണസ് ടവറും KSS ടവർ അങ്ങനെയൊക്കെ എല്ലാത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ സെൻറ്റർ എന്ന് പറയാം ഈ ഒരു ഹോട്ടൽ. ഇവിടുത്തെ റൂളൊക്കെ എങ്ങനെ ഉണ്ടെന്ന്, ഇതിൻ്റെ ഫ്ലാറ്റ് വെച്ചാലും എന്ത് വെച്ചാലും നമ്മുടെ ഗാർഡനും നേച്ചറിനെ സ്നേഹിക്കുന്ന പോലുള്ള രീതിയിലൊക്കെ ആയിരിക്കണം. ഫ്ലാറ്റിലാണേലും ചെടികളെ നട്ടുവളർത്തണം. ഇവിടുത്തെ മരങ്ങൾ മുറിക്കാനാണെങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വേണം, എന്നാൽ മാത്രം മരങ്ങൾ പോലും മുറിക്കാൻ ഒക്കത്തുള്ളൂ. ഇവിടെ ഒരുപാട് നേച്ചറിനോടും എൻവയോൺമെൻറ്റിനോടും ഒക്കെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നൊരു കൺട്രി കൂടാണ് മലേഷ്യ എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു കാട് പിടിച്ച് കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത്. അത് മീൻസ് അങ്ങനെയാണ് ഇവിടുത്തെ റൂള്. അതാണ് മലേഷ്യയിൽ ഇവരെപ്പോഴും എവിടെ നോക്കിയാലും പച്ചപ്പാണ് മലേഷ്യയെ കാണുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ വെക്കേറ്റ് ചെയ്യാണ്. അപ്പം ഞങ്ങളിപ്പോൾ നേരെ പോകാൻ പോകുന്നത് ജിൻഡിങ് ഹൈലൈൻസ് എന്നുള്ള ഹിൽ ഏരിയയിലോട്ടാണ് പോകാൻ പോകുന്നത്. വേറൊരു ഹോട്ടലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ജിൻഡിങ് ഹൈലൈൻസിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.